ഹലോ അളിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് അളിയ, പ്രൊമോഷൻ കിട്ടിയതിന് ട്രീറ്റ് ഒന്നും ഇല്ലേ? ട്രീറ്റ് ഒന്നും തരാൻ പറ്റുമൊന്നുമില്ല. ഇപ്പൊ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ലടാ, ഭയങ്കര ടൈറ്റാ. നീ ആ ബൈക്ക് മേടിക്കാൻ വെച്ചിരിക്കണ പൈസ ഇല്ലേ, അതെടുത്തിട്ട് ട്രീറ്റ് ചെയ്യേ. പിന്നെ ബൈക്ക് മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്തല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എത്ര വർഷമായിട്ട് അത് സേവ് ചെയ്തോണ്ടിരിക്കുകയെന്നറിയോ? അല്ലെങ്കിലേ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അടിച്ച് മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ വൈകുന്നേരം വിളിക്കാം. അതെ, ഞാൻ പുറത്തൊന്ന് പോകാം. ആ ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരു 10,000 രൂപ വെച്ചിട്ടുണ്ട് കേട്ടോ. സുജിത്ത് വരുമ്പോ എടുത്തു കൊടുക്കണം. ഈ മാസത്തെ EMI ആ. ശരി. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൈസ കളഞ്ഞേക്കരുത്. എന്റെ സ്വഭാവം നിനക്കറിയാലോ. കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ശരി. അയ്യോ, ഫ്രിഡ്ജിന് മുകളിൽ പൈസ വെക്കാന്ന് പറഞ്ഞാണല്ലോ. മോളിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് എങ്ങാനും വീണോ? അവൻ അറിഞ്ഞ എന്നെ കൊല്ലുമല്ലോ. എന്റെ ബാബുസ്വാമി, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വഴക്കിടും. എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായി, രാഹുല് വന്നോ? പൈസ കൊടുത്താ? അവൻ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. ഇനിയിപ്പോ അവൻ മറന്നായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആ പൈസ എടുത്താ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അതവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ആണോ? മണ്ടി, ഞാനവിടെ പൈസയെ വെച്ചിട്ടില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്നത്തെ പാർട്ടി അവളുടെ വക ആയിക്കോട്ടെ. പൊട്ടനും പോയി, ചെട്ടനും പോയി, ബോട്ടും കിട്ടി. എന്താ ഇത്ര ലേറ്റ് ആയേ? ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയോ? നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തു. ഞാൻ അവിടെ ഫ്രിഡ്ജിന്റെ മുകളിൽ പൈസ വെക്കാന്ന് പറഞ്ഞില്ലേ രാഹുലിന് കൊടുക്കാൻ. അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു നീ അത് നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന്. സോറി, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വാ, വല്ലതും കഴിക്കാം. പറ, നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറ. എന്നാ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. ക്ഷമിച്ചു പോട്ടെ. നീ എന്നോട് ക്ഷമിക്കോ? ഞാൻ ക്ഷമിക്കാനോ? എന്തിന്? ആ ഫ്രിഡ്ജിന് മുകളിൽ വെച്ച പൈസ എന്റെ പൈസ അല്ല. പിന്നെ? അത് നീ ആ ബൈക്ക് മേടിക്കാൻ എടുത്തു വെച്ചില്ലേ, ആ പൈസന്ന് എടുത്തതാ. എന്റെ പൈസ